രാജാതിരാജനായ റബ്ബാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അപ്പോൾ എന്ത് ചെയ്യണം? ഫലൗ സഅൽതനി അൻ അംനഅക റിസ്ഖി മാ അജബ്തുക. വലൗ സഅൽതനി, നീ എന്നോട് തേടിയാൽ അൻ അംനഅക റിസ്ഖി, ഞാൻ നിനക്ക് തരുന്ന റിസ്ഖ് ഇന്നു മുതൽ ഞാൻ മുടക്കണം എന്ന് നീ തേടിയാൽ മാ അജബ്തുക, ആ ദുആക്ക് ഞാൻ ഉത്തരം തരികയില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നു മുതൽ എനിക്ക് തിന്നാൻ തരേണ്ട പഠിച്ചോനെ പറഞ്ഞാൽ അത് ഞാൻ ഉത്തരം തരില്ല. ഞാൻ തിന്നാൻ തരും, ഞാൻ പഠിച്ചല്ലേ, ഞാനല്ലേ തിന്നാൻ കൊടുക്കേണ്ടത്. എന്താ മനസ്സിലായില്ലേ? ഇന്ന് മുതൽ എനിക്ക് ഒന്നും തരരുത് പറഞ്ഞാലോ ഞാൻ തരാക്കൂല. മാ അജബ്തുക, ആ ദുആന് ഞാൻ ഉത്തരം തരൂല. അപ്പൊ ഇജ്ജ് തേടാനല്ല പഠിക്കണ്ടേ, ഇജ്ജ് ഇന്നെ പഠിക്കണം ആദ്യം. ഫഫ്ഹം അന്നി, ജിന്നെ പറ്റി ആദ്യം പഠിക്കണം. ഇജ്ജ് ദ്വാരക്കണ മുമ്പ് ആരോടാണ് ഇജ്ജ് ദുആ ചെയ്യുന്നത് എന്നൊന്ന് പഠിക്കുക. അത് മാത്രം ചെയ്താൽ മതി. അൽ ഖയ്യൂം എന്ന വാക്ക്, ആ ഒരു പദം, ഇസ്മ, അത് മനസ്സിലാക്കിയാൽ തീരാത്ത ഒരു കാര്യവും നമുക്കില്ല. ദുനിയാവും ആഖിറവും അതിലുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ബേജാറാവണ്ടയില്ല. പിന്നെ ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ഇന്ന് ചോദിച്ചാൽ ഇന്ന് ഉത്തരം കിട്ടലല്ല, അങ്ങനെ വിചാരിക്കരുത്. അത് വലിയ തെറ്റാണ്. ഈ കൊല്ലം ഉത്തരം കിട്ടലും അല്ല. കുട്ടിക്കാലം മുതലേ മഹതിയായ ബാല്യകാലത്ത് യൗവനാരംഭത്തിൽ കിട്ടിയിട്ടുണ്ട് സാറാ ബേബിയെ. എന്നിട്ട് എത്ര പതിറ്റാണ്ടുകൾ ദുആ ചെയ്തു. സാനിൽ ബശരി ഷറഫൻ വഫളൻ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം വഹബനി അലൽ കബരി അലൽ കിബരി ഇസ്മാഈൽ. വൃദ്ധനായപ്പോഴാണ് ഒരു കുഞ്ഞിനെ കൊടുത്തത്, അതും സാറയിലല്ല. എത്ര പതിറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ടെന്ന് പറയാൻ മാത്രം കഴിഞ്ഞു, എന്നിട്ട് ഉത്തരം കൊടുത്തില്ല. എന്ത്? അതായിരിക്കും ഇബ്രാഹിമിന് ഖൈർ. അത് ആലിമുൽ ഗൈബി വശഹാദയായ റബ്ബിനറിയും. ഇബ്രാഹിമിനോ അറിയൂല അലൈഹിസ്സലാം. അള്ളാഹു അറിയുന്നവർക്ക് അമ്പിയാക്കൾക്ക് അറിയും എന്നൊരാൾ വാദിച്ചാൽ അവൻ സുന്നിയല്ല, അവൻ കാഫിറാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചിന്തിച്ചോളി. പറഞ്ഞ് ആരും കൂട്ടണ്ട. അള്ളാഹിനെ അറിയുന്നവർക്ക് മൊയ്തീൻ ശേഖിനെ അറിയും എന്നൊരാൾ വാദിച്ചാൽ അവൻ സുന്നിയല്ല, അവൻ കാഫിറാണ്. പറഞ്ഞ് ഏറണ്ട. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഈ ദുനിയാവിലുള്ള എല്ലാ മണൽത്തരിയും കൂട്ടിയാൽ അതിൽപ്പെട്ട ഒരു മണൽത്തരിയുടെ അളവ് പോലും മൊയ്തീൻ ശേഖനും റിഫായി ശേഖനും തിജാനി തങ്ങൾക്കും ഒരുത്തർക്കും അറിയില്ല. അല്ലാഹു അലിമുൽ ഗൈബി വശഹാദയാണ്. അവനെ ഒരാളെയും തുല്യപ്പെടുത്തണ്ട. അവരൊക്കെ വലിയവരല്ലേ? നമ്മളെ കണക്കാക്കിയാൽ അവരൊക്കെ ഹിമാലയത്തിനേക്കാൾ വലിയവരാണ്. അള്ളാഹുവിനെ കണക്കാക്കിയാൽ അവർ ബഹറിൽ ഒരു തുള്ളി പോലുമല്ല. അങ്ങനെ മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കിയാൽ എൻ്റെ പേര് സുന്നി എന്നല്ല, എൻ്റെ പേര് കാഫിർ എന്നാണ്. വളരെ ചിന്തിച്ചോളി. എനിക്ക് സൗകര്യമുള്ളവർ വന്നാൽ മതി ക്ലാസ്സിക്ക്. അങ്ങനെ കണ്ടവരും മുഴുവൻ ഈ ക്ലാസ് കയറേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലായിക്കോളി. അല്ലാതെ തങ്ങളെ മൊയ്തീൻ ശേഖനെ റിഫായി ശേഖനെ തിജാനി തങ്ങളെയൊക്കെ മനസ്സിലാക്കിയ കോലത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കിയാൽ ഈ കാഫിറാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ വളരെ നമ്മൾ ചിന്തിക്കണം. ജല്ല ജലാലായ സുബ്ഹാന്റെ ഖയ്യൂം എന്ന ഇസ്മിനെ മനസ്സിലാക്കി. അവനെല്ലാം നിലനിർത്തുന്നവൻ. അതിന്റെ ഹക്ക് ഞാൻ പറഞ്ഞില്ലേ. കുട്ടികളെ തരണേ, കുട്ടി വേണേ സയ്യിദുനാ ഇബ്രാഹിം. അതൊന്നും അടുത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. പിന്നെ കിട്ടിയ പിന്നെ ഇസ്മാഈൽ. സിനാൻ എവിടെ? സിനാനെ കാണാനില്ലല്ലോ. എവിടെ സിനാൻ? വഹബനി അലൽ കിബരി ഇസ്മാഈൽ. എവിടെ നായത്? എനിക്ക് വാർദ്ധക്യത്തിലാണ് എനിക്കൊരു കുഞ്ഞിനെ തന്നത്. ആരാണിത് പറയുന്നത്? സാനിൽ ബശർ, മനുഷ്യകുലം കണ്ടതിൽ രണ്ടാമത്തെ മഹാൻ. ഒന്ന് പറ കുട്ടി. അലൈഹിസ്സലാം എന്ന് പറ. മനുഷ്യകുലം കണ്ടതിൽ രണ്ടാമത്തെ മഹാൻ സയ്യിദ് ഇബ്രാഹിം. എത്ര കാലം കഴിഞ്ഞു. അപ്പം കഴിവില്ലാത്തവനായതുകൊണ്ടാണോ? അല്ല. കൊടുക്കാൻ കഴിയാത്തവനായതുകൊണ്ടോ? അല്ല. മനസ്സിലായില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും പോന്നോനല്ലാത്തോണ്ടാണോ തരാത്തത്? അല്ല, തരാതിരിക്കലാണ് നിന്റെ മസ്ലഹത്ത്. അല്ലാഹുവേ തരണേന്ന് ദുആ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ, ഞാനും ദുആ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ജുമാ രാത്രിയല്ലേ, പെരുന്നാൾ രാത്രിയല്ലേ,
ഇന്നലെ ദ്വാർന്നിട്ടുണ്ട്, തരണയോ തരണയോ പഠിച്ചോനെ. എന്തുകൊണ്ട് തന്നാ ദ്വാർക്കൂല? അപ്പൊ അല്ലാഹുവിനെ കരിയും, റബ്ബിന്റെ വലുപ്പത്തിൽ ആലോചിച്ച് കരിയും. ഒരു തുള്ളി കണ്ണുനീരായിരിക്കും ഈ ദുനിയാവിനേക്കാളും വലുത്. അപ്പം നമുക്ക് മസ്ലഹത്ത് എന്താ? തരാതിരിക്കുക. എന്നാ തരൂലേ? തരും എന്ന് ഓന് തോന്നുമ്പോ നമ്മളാരാ? അടിമ എന്ന് പറയപ്പെടുന്ന ഫോട്ടോസ്റ്റാറ്റ് അടിമയല്ല. അടിമയാണെങ്കിൽ അടിമന്റെ ഗുണം നമ്മളിൽ കാണണ്ടേ? ഇല്ല. നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ മൂട്ട് കാട്ടി അടിമ എന്ന് പറയും. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈൽ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. 39-ാമത്തെ ആയത്ത് സൂറത്ത് ഇബ്രാഹിം. അൽഹംദുലില്ലാഹില്ലദീ വഹബലി, അവൻ എനിക്ക് ഔദാര്യമായി തന്നു, അലൽ കിബരി വാർദ്ധക്യത്തിന്റെ മേൽ, ഇസ്മാഈല വഇസ്ഹാഖ, ഇസ്മാഈലും ഇസ്ഹാഖും തന്നു. എന്നിട്ട് അടുത്ത വാക്ക് എന്താ അറിയാം? ഇന്ന റബ്ബി ലസമീഉ ദുആ. എന്റെ റബ്ബ് തീർച്ചയായും ദുആ കേൾക്കുന്നവൻ, കേട്ടുത്തരം തരുന്നവൻ തന്നെയാണ് എന്ന് തുടങ്ങിയത് ദുആ ചെറിയ വയസ്സിൽ. എന്നാ കിട്ടിയത് അലൽ കിബരി ഇസ്മായിൽ ഇസ്ഹാഖ, വൃദ്ധനായപ്പോഴാ കിട്ടിയത്. എന്നിട്ട് പറഞ്ഞ വാക്കെന്തായി? ഇന്ന റബ്ബി ലസമീഉ ദുആ. ഏതാ സൂറത്ത്? ഇബ്രാഹിം, ആയത്ത് നമ്പർ 39. ഇതിച്ചു. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉ ദുആ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്ക് വാർദ്ധക്യത്തിൽ തന്നു, കുഞ്ഞിനെ തന്നു, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്നു. വൃദ്ധനായപ്പോഴാ കിട്ടിയത്. ഞായിട്ടങ്ങനെ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ വരെ എനിക്ക് ആയുസ് ഉണ്ടാകുമോ? ഇപ്പൊ കിട്ടിയിട്ട് എൻ്റെ കാര്യം. നമ്മളും അങ്ങനെ പറയാം. ഇതൊക്കെ കുറച്ച് നേരത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ജിദ്ദയിൽ ഒരു കച്ചവടം തുടങ്ങാനും വന്ന കൊല്ലോ പിറ്റത്തെ കൊല്ലോ ഒക്കെ കിട്ടി. ഇപ്പം പോകാനായ പ്രാർത്ഥന. ഇപ്പൊ ഒരു കച്ചവടം അന്വേഷിക്കാൻ വരെ നേരല്ല. ഇനിയിപ്പോൾ ഒരു 10 രൂപ കിട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം? അങ്ങനെയാണ് നമ്മൾ പറയാ. 99% ആണോ അല്ലേ? പറയേ, ആണോ അല്ലേ? എത്ര കാലം ദ്വാരക്കണതാ? ഇപ്പോഴാണ് 10 രൂപ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കൊളസ്ട്രോളും ആണ്, ഷുഗറും ആണ്. അപ്പോൾ ഒരു ആട്ടോ ഇറച്ചി അതും തിന്നാൻ വയ്യ, മൂരി ഇറച്ചോ അതും പറ്റൂല, കൊളസ്ട്രോൾ. എന്നാൽ ഒരു മധുരട്ട് ചായ കുടിക്കാം, അതും വയ്യ. പകുതി എന്താ കാര്യം? എൻ്റെ പേര് അമുക്കുൽ കാഫിർ എന്നാണ്. വെറും കാഫറല്ല, കാഫറുണ്ട് ആണെങ്കിലും അതിന് സ്റ്റാൻഡ് ഉണ്ടാവും. അമുക്കുൽ കാഫിറാണ്, അൽ അഹ്മഖുൽ കാഫിർ. സത്യല്ലേ? എത്ര മനുഷ്യൻ പറയണ വർത്താനത്? സത്യല്ലേ? സത്യമാണ് ഇത്, സത്യമാണ്. ഇപ്പൊ കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പൊ സമയത്ത് കാലം കഴിഞ്ഞില്ലേ? ഇപ്പൊ എത്ര കിട്ടിയിട്ട്? ഇപ്പൊ കുട്ടികൾക്ക് ഉപകരിച്ചോട്ടെ, നമ്മക്ക് പൈസ. ആയ വയസ്സിന്റെ കാലത്ത് എങ്ങനെ 10 രൂപ കിട്ടുകയാണെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് ഊട്ടിയിലൊക്കെ പോയി ഒന്ന് ബിന്ദാസിലൊന്ന് പത്രാസം കളിച്ച് പോരാ. ഇപ്പൊ ഒതുക്കം കല്ലുമ്മൊക്കെ ആയിരുമ്പോഴത്തേന് എനിക്ക് ശ്വാസം മുട്ടും. പിന്നെ ഇപ്പൊ എങ്ങനെ ഊട്ടി പോകും? ഇനിയിപ്പോ പഠിച്ചോ തന്നോ ഉപകരിക്കണോ ഉപകരിച്ചോട്ടെ, നമ്മക്ക് ഏതായാലും കാര്യമില്ല. ഇത് പറയുമല്ലേ? അധികം മനസ്സിലായി മതി. ഇത് പറയുമല്ലേ? ആ പിന്നെ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ലാഭം നിസ്കരിക്കണ്ട, കവറയിക്കണം. എനിക്ക് ലാഭമുണ്ട് ജുമയക്കൊണ്ട. ആ സമയത്ത് എനിക്ക് കുതിര വിടാം. അൽബർത്ത് കാപ്പറേറ്റ് എന്തിനാ ജുമയക്കോണ്? കാപ്പറടേങ്ങായി ഇതാ പഠിക്കണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10 പതിറ്റാണ്ടുകൾ അനവധി ദ്വാർന്നിട്ട് ഉത്തരം കൊടുത്തില്ല. അവസാനം കൊടുത്ത് എന്റെ റബ്ബാണ്. ഇബ്രാഹിം ആര് പറിച്ചു? പറിച്ചുമ്പോ മനുഷ്യണ്ടല്ലേ? ബഹുമാനിക്കൽ വാജിബുണ്ടോ? ഇബ്രാഹിം നബിയെ ബഹുമാനിക്കൽ പഠിച്ചോന് വാജിബുണ്ടോ? പറയുന്നത് മുത്തുനബിയെ ബഹുമാനിക്കൽ പഠിച്ചോന് വാജിബുണ്ടോ? അവർക്ക് ഇത് പേടിച്ചണ്ട, പേടിക്കണ്ടാന്ന്. പഠിച്ചോനെ റബീഉൽ ലെവലിന്റെ തുടക്കത്തിലാണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. ഇത് ബേജാറാണ്ടാന്ന്. മുത്തുനബിയെ ബഹുമാനിക്കൽ പഠിച്ചോന് വാജിബുണ്ടോ? ഇല്ലങ്ങായി ബഹുമാനിച്ചു, അത് സത്യമാണ്.
ബഹുമാനിക്കൽ അള്ളാഹ്ക്ക് വാജിബില്ല. ബഹുമാനിച്ചു. അള്ളാഹിന്റെ സൃഷ്ടികൾ ഏറ്റവും ബഹുമാന്യൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് ശരി, അത് അള്ളാഹ് ബഹുമാനിച്ചതുകൊണ്ടാണ്. ബഹുമാനിക്കൽ അള്ളാഹുവിനെ വാജിബില്ല. ഇവർക്കൊക്കെ കൊടുക്കൽ അള്ളാഹ്ക്ക് വാജിബില്ല. അള്ളാഹുവാണ്, അവൻ റബ്ബാണ്. ആർക്ക് എപ്പോൾ കൊടുക്കണമെന്ന് അറിയുന്നവൻ അവനാണ്. ഇവർക്കൊന്നും അറിയില്ല, കൊടുത്തപ്പോൾ അറിഞ്ഞതാണ്, ഇല്ലെങ്കിൽ അറിയില്ല. അള്ളാഹു വിവരം കൊടുത്ത പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അറിവിന് വേണ്ടി വീണ്ടും ദുആ ചെയ്യാൻ പറഞ്ഞത്. സൂറത്ത് ത്വാഹ. നബി അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കാം, റബ്ബി സിദ്നി വഖുർ റബ്ബി സിദ്നി ഇൽമാ വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇൽമ അധികരിക്കണമെന്ന് ദുആ ചെയ്തുകൊണ്ടേയിരുന്നോളി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ വഹബനി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉ ദുആ. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ചിന്തിക്കണം, പേടിക്കണ്ട. ദ്വാരക്ക പിന്നെയും ദ്വാരക്ക, പിന്നെ 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 ഇന്ന് കിട്ടിയില്ല, ഇന്നലെ കിട്ടിയില്ല, അൽഹംദുലില്ലാ പിന്നെ ദ്വാരക്കാൻ കഴിഞ്ഞല്ലോ. വടപരില്ല പറക്കണം, അൽഹംദുലില്ലാ വടപരുണ്ടല്ലോ. നിനക്ക് പൊരയാറ്റിക്കുന്നല്ലോ, വല്ലാ നിർബന്ധമൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ കൊല്ലങ്ങൾ അനുമതി കഴിഞ്ഞു, വടപരിലാണ്, അൽഹംദുലില്ലാ. വാടപ്പരിയിൽ കൊല്ലങ്ങളായി പാർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുകയും ചെയ്യുന്ന ഒരാളെ എനിക്കറിയും. കൊല്ലങ്ങളുടെ അനുഭൂതി വാടപ്പരിയില്ല. എനിക്കൊരു വീട് കയറ്റേണ്ടിണ്ടായിരുന്നു ഉസ്താദെ എന്ന് ആ മനുഷ്യൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഉസ്താദെ എനിക്കൊരു വീട് കയറ്റം നിങ്ങൾ എന്തോ ആർക്കി പറഞ്ഞിട്ടില്ല. വടപ്പരി ഞാൻ അറിയണ കാലം മുതലേ ആ വ്യക്തി വാടപ്പരിയില്ല, ഇപ്പോഴും വാടപ്പരിയിലാണ്. അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഒരു നാടൻ മനുഷ്യൻ മോലിയരുമല്ല. ഒരാൾ ഗൾഫ് പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് തൻ്റെ ഉസ്താദിനോട് ഒരു വീട് കയറ്റിയതിന് ശേഷം ഉസ്താദിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി സംഭവം പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനക്കിപ്പോൾ പേരെയായി, എനിക്ക് പേരെയില്ല. ഞാൻ പിന്നെ അത് വന്ന് പറയണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ആരും എഴുതുന്നൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടൊരു അത്ഭുതമാണ്. ഈ ആളിൽ നിന്നാണ് ഇയാൾ അള്ളാഹിനെ പറ്റി പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജപ്പാനിൽ നിന്ന് സാധനം എടുത്തിട്ട് ഹോങ്കോങ് വഴി നമ്മൾ നേരെ ചൈനയിലേക്ക് കയറ്റും. ചൈനയിൽ അസംബിൾ ചെയ്തിട്ട് നേരെ ദുബായ് കയറ്റും. ദുബായിൽ നിന്ന് നേരെ കേരളത്തിൽ കൊണ്ടുവരും. ഈ നാട്ടിലൊന്നും ഉപയോഗം ഉണ്ടാവില്ല, ഉപയോഗപ്പെടെ ഉണ്ടാകുക എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്കിങ്ങനെ പഠിച്ചിട്ട് വയറ് പറയാനുള്ള ആളാണ് അള്ളാഹ്. നിങ്ങളൊരു ആരെ എന്ത് നിങ്ങൾ ചിന്തിക്കേണ്ട, മനുഷ്യന്റെ സ്വഭാവമാണ്. ഞാനിന്നാ കുട്ടിക്കളി, മനുഷ്യന്റെ സ്വഭാവമാണ് പറഞ്ഞു. അൽഹംദുലില്ലാ. ഒരാൾ വീട് കയറ്റി നയിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നുന്നില്ല. പകരം എന്താ തോന്നുന്നത്, എനിക്ക് പേരെ ഇതുവരെ ആയിട്ടില്ല, എനിക്ക് പേരായി. എൻ്റെ ശിഷ്യനാണ്, എനിക്ക് പേരായി. ഇപ്പോൾ ഉസ്താദായി, എനിക്ക് പേരായിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്നെ എന്തിനാ കുത്തിമറിയണം? ഇവിടെയൊക്കെ പ്രശ്നം കിടക്കണം. പ്രശ്നം എവിടെ കിടക്കണത് എന്ന് മനസ്സിലാക്കണം. എൻ്റെ റബ്ബ് പോന്നവനാണ്, എൻ്റെ റബ്ബിനൊക്കെ പോന്നവനാണ്. എന്തിനും ഞാൻ അങ്ങനത്തെ റബ്ബിനെ വിളിക്കണത്, ആ റബ്ബിലേക്ക് ചേർന്ന് നിൽക്കണത്. എന്തിനെ വിളിക്കണത്? ഞാൻ ഇബ്നു അത്വാഇല്ലയുടെ അത്തൻവീർ എന്ന കിതാബിൽ ഇബ്നു അത്വാഇല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വാഗ്ദത്തങ്ങളെ എടുത്തിട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ സംസാരം ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ ഒരു അല്പ 2 വരി വായിക്കുക. ഖുർആൻ ആകെ എടുത്തു നോക്കിയാൽ കിട്ടുന്ന ചില ഉത്തരങ്ങൾ. ഒരു ഉത്തരം പറയാം. അയ്യുഹല്ലബ്രു, ഖുർആൻ ആകെ നോക്കുമ്പോൾ അള്ളാഹു നമ്മെ വിളിക്കുന്നത് പോലെയാണ്. എന്താ വിളിക്കുന്നത്? ലാ ബുദ്ദ ലിനിഅമതി മിൻ ആഖിരിൻ വലിഫളി മിൻ ഖാബിലിൻ. എന്റെ അടിമേ, എനിക്ക് ഈ നിയമത്തൊക്കെ ഇല്ലേ, അത് ഏറ്റെടുക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടേ? എന്റെ ഔദാര്യം മുന്നിട്ട് വന്ന് വാങ്ങുന്ന ഒരാളെ എനിക്ക് വേണം. അതിനല്ലേ ഞാൻ തന്നെ പഠിച്ചത്.
ഇതിന്റെ പതിലായി ഇങ്ങനെ കിടക്കുക. പക്ഷെ വാങ്ങാൻ ഒരാളില്ല. അപ്പൊ ഞാൻ സൃഷ്ടിയാൽ പഠിച്ചു. എന്തിന് അത് വാങ്ങാൻ? പിന്നെ നിനക്ക് കിട്ടണില്ല എന്ന് ഈ പറയുന്നത് എന്തർത്ഥമുള്ളത്? ഞാൻ എന്നെ പഠിച്ചൻ എന്തിനാണ്? എന്റെ ഞാമത്വം ഏറ്റെടുക്കാൻ ഒരാളെ വേണ്ടിയാണ്. ഞാൻ ആവശ്യത്തിലേറെ പഠിച്ചിട്ട് കുടുങ്ങിയതല്ല. ഞാനത് പഠിച്ചു. പിന്നെ എത്രത്തോളം ആളുണ്ടാവും ഞാൻ തന്നെ കരുതിയില്ല. അങ്ങനെയാണോ? എനിക്കെല്ലാം അള്ളാഹിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക. അള്ളാഹു തആല ഈ കണ്ടു കാണപ്പെട്ട നിഅമത്തൊക്കെ അള്ളാഹിൻ്റെതാണ്. ഏത് നിഅമത്തിനും സൃഷ്ടിക്കാൻ കഴിവുള്ളവന്. അപ്പൊ അള്ളാഹു തആല എന്ത് ചെയ്തു? ആ നിഅമത്ത് ഏറ്റെടുക്കാനുള്ള ആളെ പഠിച്ചു. അപ്പൊ ഇത് ഏറ്റെടുക്കാൻ എനിക്ക് ആള് വേണമല്ലോ. അതിനല്ലേ ഞാൻ എന്നെ പഠിച്ചു. അപ്പൊ ഞാൻ എന്നെ പഠിച്ച് തിന്നാൻ തരാതിരിക്കാനല്ല. പിന്നെ തിന്നാനുള്ള സാധനം എൻ്റെ അടുത്തുണ്ട്. അത് തിന്നേരാനാണ്. സുഖം എടുക്കൽ ഇരിക്കാതാരുമില്ല. പിന്നെ അത് ഇങ്ങനെ വേണ്ട. മനസ്സിലായില്ല? ചിന്തിക്കുക. ഒരിക്കലൊരാൾ എന്നോട് പറഞ്ഞു 1/2 കിലോ ഇറച്ചി കൊണ്ടിട്ട് വീട്ടിന്റെ പുറത്തൊരു ചായ്പുണ്ട്. ആ ചായ്പിൽ ബാപ്പ ഒറ്റക്ക് വെച്ചുണ്ടാക്കിയിട്ട് ബാപ്പേനാണ് തന്നത്. മനസ്സിലായില്ല? ബാപ്പ മക്കൾക്ക് ഇറച്ചി മീനൊന്നും വാങ്ങിക്കൊടുക്കൂല. ആഴ്ചയിൽ ഒരിക്കൽ ബാപ്പ ഒരു 1/2 കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ടു ചായ്പിൽ വെച്ചിട്ട് ബാപ്പ എന്നാണ് തിന്നും. ആ വൈക്ക് ഞങ്ങൾ ഒരാളും ചെല്ലാൻ പിന്നെ അമ്മ അന്നോട്ട് സമ്മതിക്കില്ല. ബാപ്പാന്റെ മത് അതാണ്. ഞാൻ നയിച്ചാൽ ഞാൻ തിന്നതെന്നാണ്. ഈ കൂട്ടത്തിൽ ആരില്ല, അല്ലല്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ നിഅമത്തൊക്കെ പഠിച്ചത് എനിക്കേതായാലും ഒരു സുഖം എടുക്കലില്ല. പിന്നെ അത് ഏറ്റെടുക്കാൻ ആളെ വേണ്ടേ? അതിനല്ലേ എന്നെ പഠിച്ച്. അപ്പൊ ഞാൻ നിനക്ക് തരാത്ത എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ല, എന്റെ കയ്യിൽ പള്ളർച്ചുണ്ട്. പിന്നെന്താ തരാത്തെ? അപ്പൊ തന്ന ജീവൻ പോവും. എന്റെ റൂഹ് മരിക്കും അതോടുകൂടെ. അപ്പൊ തരാൻ പാടില്ല. പിന്നെ ഒരു സമയമുണ്ട്. അപ്പൊ തന്നാലേ നടക്കുള്ളൂ. ഇല്ലെങ്കിലോ ജീവൻ പോവും. അത് എനിക്കറിയില്ല. എങ്ങനെ ജീവൻ പോക്ക്? റൂഹിന്റെ ജീവൻ പോകൽ, റൂഹ് കിട്ടുപോകൽ. അതാണ് നിഅമത്ത് കിട്ടാൻ പാടില്ല. എനിക്കറിയും. ആദ്യം എന്നെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ നിഅമത്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരാണ് ആവശ്യം? എന്നെപ്പോലത്തെ ഒരാളാവശ്യമുണ്ട്. എന്തിന്? പറ. ഇതൊക്കെ വാങ്ങിക്കൊണ്ടോണ്ടേ. മനസ്സിലായോ? അതിനൊക്കെ ആളുവാണല്ലോ. അതിനാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത്. പിന്നെന്തേ നിനക്കെന്താ തരാത്ത? എന്താ ചിന്തിക്കാത്ത? ഈ വസ്തുക്കൾ കൊണ്ട് ഉപകാരം എടുക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഖനിയാണ്. ഒരു ഉപകാരം ഇതുകൊണ്ട് എനിക്കില്ല. എനിക്കെന്റെ ആവശ്യമല്ല. ഞാൻ അല്ലാഹുവാണ്. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ ഉപകാരം എടുക്കൂല. അപ്പൊ ഞാൻ പഠിച്ചത് എനിക്കല്ല. ഞാൻ ഒറ്റയ്ക്ക് വെച്ച് നിന്ന 1/2 കിലോ ഇറച്ചി ഒന്നിച്ച് നിന്ന മുഹമ്മദ് കാക്കയല്ല. ഞാൻ അല്ലാഹുവാണ്. അപ്പൊ ഞാൻ ഇത് എന്നോട് എനിക്കോട് വിരോധമില്ല. വിരോധം എന്നെ പറക്കൂലല്ലോ. അപ്പൊ മനസ്സിലായില്ലേ? ഇത് ചിന്തിച്ചാലേ അല്ലാഹു തആല എനിക്കും ഇവിടെ ഒരു അവകാശം വെച്ചിട്ടുണ്ട്. എത്ര എന്റെ ഖദർ, എനിക്ക് നന്നാവുന്ന ഖദർ. ഒരാളെ പരിയിൽ ആടുണ്ട്, അയാളെ പരിയിൽ ആനയുണ്ടെങ്കിൽ രണ്ടിനും ഒരേ കൊലത്തിൽ തിന്നാൻ കൊടുത്താലോ? രണ്ടിനും ചിന്തിക്കണം. ആടിന്റെ അളവിൽ ആനക്ക് തിന്നാൻ കൊടുത്താൽ അതൊരു 25 ദിവസം കൂടി ചെരിഞ്ഞ് മരിച്ചു. തിരിച്ചോ? ആനന്റെ ആടിന് കൊടുത്താലോ 25 ദിവസം കഴിയില്ല, അന്നനെ വെച്ചു. എന്തേ? അങ്ങനെ തന്നെയല്ലേ? വേറെ മനുഷ്യ ആടിന്റെ അളവിലെ ആന കൊടുക്കണമെങ്കിൽ ആന ചെരിയും. ആന പിന്നെ ബഹുമാനപ്പെട്ട ഓറായതുകൊണ്ട് ചത്തു എന്ന് പറയാൻ പാടില്ല, ചെരിഞ്ഞു എന്ന് പറയാൻ പാടില്ല. ജീവൻ പോയി അർത്ഥമാണ്. ആന ജീവൻ പോയി. അതിന് ദിവസങ്ങളായി ആടിന്റെ അളവേ കിട്ടുള്ളൂ. ആന കൊടുക്കണം അത്ര ആടിന് കൊടുത്തെങ്കിൽ 25 ദിവസം കഴിയൂല, അന്നയോ. അപ്പൊ എന്റെ കയ്യിൽ ഒരാൾക്കെല്ലാം ഉണ്ട്. ആനക്ക് ആനന്റെ അളവ്, ആടിന്റെ അളവ് ഒക്കെ ആരുടെ കയ്യിലുണ്ട്? ഒരാളിന്റെ കയ്യിലുണ്ട്. രാജാതിരാജനായ റബ്ബാണ്. അപ്പൊ എന്ത് ചെയ്യണം? നീ എന്നോട് തേടിയാൽ ഞാൻ നിനക്ക് തരുന്ന റിസ്ഖ് ഇന്നു മുതൽ ഞാൻ മുടക്കണം എന്ന് നീ തേടിയാൽ
മാ അജബ്തുക, ആ ദുആക്ക് ഞാൻ ഉത്തരം തരികയില്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് മുതൽ എനിക്ക് തിന്നാൻ തരേണ്ട പഠിച്ചോനെ പറഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം തരില്ല. ഞാൻ തിന്നാൻ തരും, ഞാൻ പഠിച്ചല്ലേ, ഞാനല്ലേ തിന്നാൻ കൊടുക്കണ്ടത്. എന്താ മനസ്സിലായില്ലേ? ഇന്ന് മുതൽ എനിക്ക് ഒന്നും തരരുത് പറഞ്ഞാലോ ഞാൻ തരാക്കൂല. മാ അജബ്തുക, ആ ദുആന് ഞാൻ ഉത്തരം തരൂല. അപ്പൊ ഇത് തേടാനല്ല പഠിക്കണ്ടത്, ഇന്നെ പഠിക്കണം ആദ്യം. ഫഫ്ഹം അന്നി, ജിന്നെ പറ്റി ആദ്യം പഠിക്കണം. ഇത് ദ്വാരക്കണ മുമ്പ് ആരോടാണ് ദുആ ചെയ്യുന്നത് എന്നൊന്ന് പഠിക്കുക. അത് മാത്രം ചെയ്താൽ മതി. ഞാൻ ആരാണ് അത് ചെന്ന് പഠിച്ചാൽ മതി എന്ന്. നീ എന്നോട് യാചിച്ചാൽ എന്റെ ഫളിലിൽ നിന്ന് ഞാൻ നിനക്ക് ഹറാമാക്കണം, നിഷേധിക്കണം എന്ന് നീ എന്നോട് യാചിച്ചാൽ മാഹറംതുക, അതുകൊണ്ടൊന്നും ഞാൻ എന്റെ ഫളിൽ നിനക്ക് നിഷേധിക്കുകയില്ല. എന്തേ? എനിക്കത് തരണം. ഞാൻ അതിനല്ലേ പഠിച്ചത് തന്നെ. മനസ്സിലായില്ല? നമ്മൾ ദ്വാർക്കാനല്ല പഠിക്കേണ്ടത്, ആരോടാണ് ദ്വാർക്കണത് എന്ന് പഠിക്കണം. അല്ലാമ യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്ന ഒരു വാക്ക് കൂട്ടത്തിലേക്ക് ഞാൻ ചേർത്ത് പറയാം. لأن تبيت وأنت في فضل الله طامع خير لك من أن تبيت وأنت ساجد راكع. يا سبحان الله، يا سبحان الله، يا سبحان الله. لأن تبيت നീ കിടന്നുറങ്ങ, وأنت في فضل الله طامع, അള്ളാഹുവിന്റെ ഫളിൽ എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷ ഉറപ്പാണ്. എന്റെ റബ്ബിനെ ഒഴിവാക്കില്ല എന്ന ഫളിൽ നീ ആ ഒരു പ്രതീക്ഷയിൽ അത് പ്രതീക്ഷിച്ചു. ഉറങ്ങാൻ നേരത്തെ പഠിച്ചോനെ ഇജിന്നെ ഒഴിവാക്കൂല, എനിക്കറിയാം ഇജിന്നെ ഒഴിവാക്കൂല. ആ മനസ്സിലെ ദൃഢതയിൽ തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ ഖൈറുൻ, അതാണ് നിനക്ക് ഖൈർ. മിൻ അൻ തബീത, മിൻ അൻ തബീത, നീ കടന്ന് നീ മിൻ അൻ നിന്റെ ഒരു രാത്രി കഴിച്ച കേറിയിരിക്കും മക്കളെ. എത്ര നേരമായി ഞാൻ പറയുന്നു, കേറ് കേറ്. ബാക്കിൽ വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണ്. കേറ് സുഹൃത്തായ അതൊക്കെ ശരിക്ക് തല്ലൊക്കെ കയറ്റണം നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ രാത്രി മുഴുവൻ റുകൂഇലും സുജൂദിലും കിടക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് കിടന്നുറങ്ങലാണ്. എങ്ങനെ കിടന്നുറങ്ങാം? അള്ളാന്റെ ഫളിലിൽ പ്രതീക്ഷ വെച്ചിട്ട് ഒറ്റ ഉറക്കം, അതാണല്ലേ. മറ്റോൻ സുജൂദ് റുക്കുവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോ ഇത്രയും കാലത്തൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തഹജ്ജുദ് നേരം വിളിക്കുന്നവരൊക്കെ നിസ്കരിക്കുന്നതിനൊക്കെ നല്ലത് അനക്കെന്താ നടന്നുറങ്ങാം. അതായത് നമ്മളെ 25-35 കൊല്ലം മുമ്പുള്ള ജനത തഹജ്ജുദ് ഇല്ല, തഹജ്ജുദ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. സത്യം, തഹജ്ജുദ് തുടങ്ങാനുള്ള കാരണം ഗൾഫാണ്. ഗൾഫ് അതന്നെ. ഇവിടെ പെണ്ണുങ്ങൾക്ക് പണിയില്ല, മൂപ്പർ ഇവിടെ വന്നാൽ മൂപ്പർക്കും പണിയില്ല. മനസ്സിലായില്ല? അതായത് അരക്കാൻ മെഷീനായി എല്ലാം വെള്ളം മുക്കാൻ മെഷീനായി, ഒന്നും പണിയില്ല. പിന്നെ ഈ മാന്തൽ മാത്രമേ പണി. പെണ്ണുങ്ങൾക്കുള്ള പണി എന്താ? മാന്തല. അങ്ങനെ മാന്തല പണിയാ, മൊബൈലിൽ കൂടി മാന്തുക. അപ്പൊ രാത്രി പകലെന്നെ പള്ളർച്ചുറങ്ങും. അപ്പൊ രാത്രി ഉറങ്ങിയാലും ഒരു പരിധി ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഉറങ്ങാൻ കഴിയൂല. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കും. നിന്റെ വല്യാപ്പ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല. ബാപ്പാന്റെ വാപ്പ, അമ്മാന്റെ വാപ്പ ചെറിയ വ്യത്യാസം. ബാപ്പാന്റെ വാപ്പ വലിയ കർഷകനാണ്, ഉമ്മാന്റെ വാപ്പ കർഷകനാണെങ്കിൽ ചെറിയ കർഷകനാണ്. മനസ്സിലായില്ലേ? ബാപ്പാന്റെ വാപ്പ അങ്ങനെയല്ല. ബാപ്പാന്റെ വാപ്പ ദുനിയാവാകെ കൃഷിയും കാര്യവും കാളയും കന്നൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പൊ നിസ്കരിക്കും. അതേസമയത്ത് തഹജ്ജുദ് നിസ്കരിക്കില്ല. നേരത്തെ പാടത്ത് പണിയുണ്ടാവും. ഇവരൊക്കെ കെലിമേലി മരിക്കണം, ഞാൻ കണ്ടതാണ്. നമുക്ക് കാസിമി ബിരുദുണ്ട്, കിതാബ് മുഴുവൻ കലക്കി കുടിക്കുന്ന പണിയാണ്. എന്നാലും അവർക്കുള്ള ഈമാന്റെ 10% അവർക്കൊരു ബേജാറുമില്ല. റബ്ബെല്ലാം നിവർത്തിച്ചു തരും നമുക്ക്. മനസ്സിലായില്ലേ? ഒരിക്കൽ തഹജ്ജുദിന്റെ ആവശ്യമില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അതൊരു എക്സസൈസിന് പകരം നല്ലാതെ ഇത് വലിയ വാരിക്കൂട്ടൽ. അതുകൊണ്ട് അള്ളാഹുലും വാരിക്കൂട്ടൂല. അതന്നെ ഒക്കെ അട്ടിമറിഞ്ഞു. പണിയില്ലാത്തോണ്ടാ തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ച നേരെ കൊടുത്തപ്പോൾ ഇവിടെ വന്ന് ക്ലാസ്സിനെത്തി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ മാന്മാരായതുകൊണ്ടാണ്? അല്ല, നിങ്ങൾക്ക് പണിയില്ല. 40 കൊല്ലം മുമ്പ് കേരളത്തിൽ ഇതേപോലത്തെ ഒരു ക്ലാസ് തുടങ്ങിയാൽ വിജയിക്കൂല. രാത്രി
മൂല്യർ തന്നെ വരണമെങ്കിൽ 10 മണിയാവും. എന്തേ അങ്ങനെ തന്നെയല്ലേ? എന്നിട്ടാ വയൽ തുടങ്ങുക. പിന്നെ 12, 1 മണി, 2 മണി, 3 മണി അങ്ങനെ വയൽ നിർത്തുക. അങ്ങനെ ഇരുന്നൊരു കാലം മൗലായൊക്കെ പൂർത്തിയായി ചെല്ലിയിട്ട് പിന്നെയും സ്വലാത്ത് ചെല്ലും. കാരണം മൂല്യർ വരായിട്ട് മൂല്യരുടെ വരാത്ത മനുഷ്യന്മാർ എത്തൂല. 10 മണിയൊക്കെ എത്തണം. ഇന്നും 10 മണിക്ക് മൈസ്ക വരെ വണ്ടി കെട്ടിവിടും നമ്മൾ 10 മണിക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ പാടത്ത് പണിയാൻ നേരം വിളിച്ചാൽ അപ്പൊ അവരങ്ങനെ ജീവിച്ചു. അവർക്ക് ഗൾഫില്ല, ഒന്നുമില്ല, കൊയലില്ല, ഒന്നുമില്ല. അവർക്ക് ഉറപ്പുണ്ട് ആര് അള്ളാഹു നമ്മളെ വെറുതെ ആക്കൂല. നമുക്കെല്ലാം ഉണ്ട്. തഹജ്ജുദുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നോമ്പുണ്ട്. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, വെള്ളിയാഴ്ച നോമ്പ് ഇല്ലാത്തിലുള്ള ബേജാറല്ലേ ഉള്ളൂ. റമദാനൊക്കെ 1 മാസമായതിലാണ് നമ്മളെ വിഷമം. കാരണം റമദാന്റെ മാസത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് തിന്നണം. അത്ര വേറെ മാസം ഫ്രൂട്ട്സ് ഒന്നുമില്ല. അവർ 3 മാസമൊക്കെ റമദാനായി തന്നെങ്കിൽ എത്ര നന്നായി തോന്നാം നമുക്ക്. നമ്മളെ വലിയ പരകാലത്ത് അങ്ങനെയല്ല. ഒരു പത്തിരി കൊണ്ട് 4 ആൾ 5 ആൾ ഓർക്കും. എന്തേ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ആ പത്തിരി കൂടിയിട്ടില്ലേ? പറയുമ്പോ മരിയൊക്കെ സത്യല്ലേ? ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരാൾ നോമ്പ് തുറക്കണ നേരത്തെ തന്നെ പഴയ കാലത്ത് ഒരാൾ തിന്നതിന്റെ 4 ആൾ തിന്നണ അത്ര തിന്നിട്ടാണോ നിസ്കരിക്കാൻ പോവുക. എന്നിട്ട് പിന്നെ ചോദിക്കുക, നിസ്കരിക്കാൻ പോകുമ്പോ ചോദിക്കുക, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം ഉണ്ടാവില്ല. ഉപ്പ് കഴിച്ചതോ? അതാ ഒന്നാമത്തെ അവസ്ഥ. വളരെ ചിന്തിക്കും. നമുക്ക് റബ്ബില്ല. റബ്ബ് നമ്മളെ കൽബിലില്ലേ? അവർക്കോ റബ്ബുണ്ട്. തിന്നല്ല റബ്ബുണ്ട്. നമുക്കെല്ലാം ഉണ്ട്, റബ്ബില്ല. ഒരു പാട്ടാണ് എന്ത്? സത്യാണ്. എന്റെ കൽബിൽ അല്ലാഹു അല്ലാത്ത ആരുമില്ല. ഒന്നുമില്ല, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഈ കിതാബിൽ നിന്ന് എനിക്ക് അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിലും ഇൽമ കിട്ടും ഞാൻ വിചാരിച്ച കഫറോ. ഇതൊന്നും ഒന്നല്ല. ഇതിലേക്ക് നോക്കുന്ന കണ്ണിന്റെ പ്രഭ ഇപ്പോൾ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? പിന്നെ അതുകൊണ്ട് ചിന്തിക്കണം. എന്ത് നേരം വെക്കുന്നവരെ കുത്തി മറിയുന്നതിനേക്കാൾ നല്ലത് അല്ലാഹു എന്നെ കൈവിടൂല എന്ന് ഉറപ്പിച്ച് കടന്നുറങ്ങലാണ്. ഇത് അല്ലാമ യൂസുഫ് നബഹാനി തങ്ങളുടെ ജാമിഉ സനാഇ അലല്ലാഹ് എന്ന കിതാബാണ്. അവിടുന്നാണ് ഞാൻ വായിക്കുന്നത്. വളരെ ചിന്തിക്കണം. നമ്മൾക്ക് അള്ളാഹുവിലേക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മളെ കൽബുകൊണ്ടാണ്. എന്നിട്ട് അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ട് മുന്നിടൽ. അവയവങ്ങൾ കൊണ്ട് മുന്നിട്ടാലും മുന്നിടൽ ഉണ്ടാവില്ല. കൽബുകൊണ്ട് ആദ്യം മുന്നിടുക, പിന്നെ അവയവങ്ങൾ പ്രവർത്തിച്ചാൽ മതി. എനിക്കൊരാളും വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതിയാവും. എന്തുകൊണ്ട്? എന്റെ റബ്ബ് ഖയ്യൂമാണ്. എല്ലാം പ്രവർത്തിക്കും. എല്ലാം 300ഓളം ആളുകൾ, ചില്ലാനം ആളുകൾ യുദ്ധക്കളത്തിൽ. മുത്തുനബിയോ യുദ്ധക്കളത്തിലില്ല. എന്റെ ഒലക്കാളും വലിയ പണി നബിക്ക് എടുക്കാണ്ട്. എന്താ പണി? മുത്തു മുഹമ്മദ് മുസ്തഫ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദർ യുദ്ധക്കളം, ഇവരെ കയ്യിൽ ഒരു ആയുധമില്ല. അവരെ വളഞ്ഞു 1000 ചില്ലാൻ ആളുകൾ, കുഫാർ. ഈറ്റപ്പുലി പോലത്തെ ഇവർ കൃഷിക്കാര, ഇവർക്ക് യുദ്ധം ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയൂല. ഒരു കുന്തോ ഇവരെ കയ്യിൽ കുന്തോ വാളോ പരിചയം അതും ഇല്ല. അവരെ യുദ്ധക്കളത്തിലേക്ക് വിട്ടു. ഞാൻ അലി ബിൻ അബി ത്വാലിബ് ലമ്മാ കാന യൗമു ബദരിൻ ജിഇതു അൻദുറു മാ യസ്നഉ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് ഇടക്ക് ഓടി വന്നു. പുണ്യനബി എന്ത് ചെയ്യാന്നറിയാൻ ഹബീബായ നബി സുജൂദിലാണ്. സുജൂദിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു. ഉറക്കെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു. ഒന്നുമില്ല, ഒന്നും പറയണ്ടാവില്ല. യാ ഹയ്യു എന്നും ജീവിക്കുന്നവനെ, യാ ഖയ്യൂം എന്തും നിലനിർത്തുന്നവനെ. ഇവരെ നീ ഉദ്ദേശിച്ചാൽ നിലനിർത്തും, എനിക്കറിയാം. നീ ഒന്ന് ഉദ്ദേശിക്കറപ്പേ. ഒന്നും പറയണില്ല. സുജൂദ് കിടക്കാണ്. മുത്തുനബി എന്ത് പറയാ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ വീണ്ടും ആ ഭംഗി കണ്ട് റസൂലുള്ളാഹിയുടെ സുജൂദിന്റെ ചുറുക്ക് കണ്ട് വീണ്ടും ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഓടി. പിന്നെയും തിരിച്ചു വന്നു. അപ്പോഴും സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം
ഫതറദ്ദത്തു മർറാത്തിൻ വഹുവ അലാ ഹലി. ഞാൻ എത്ര വട്ടാണ് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന് ഓർമ്മയില്ല. വഹുവ അലാ ഹലിഹി. അപ്പോഴൊക്കെ റസൂലുള്ളാഹ് അതേ അവസ്ഥയിലാണ് സുജൂദിൽ കിടക്കുക. എന്താ പറയുന്നത്? യാ ഹയ്യു യാ ഖയ്യൂം. ഇതാണ് പണി. അതല്ല, ഇതിന്റെ മൽഹർ മാത്രമാണത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ അവിടെ സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിന്റെ മൽഹറാണിത്. ഇതല്ല. ആ സ്വിച്ചിന്റെ പണി നടന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. സ്വിച്ച് മേലാണ് പണി നടക്കുന്നത്. ഇതതിന്റെ മൽഹറാണ്. ആ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന പവർ പ്രത്യക്ഷമായ സ്ഥലം മാത്രമാണിത്. പവർ അവിടെയാണ്. പവർ പ്രത്യക്ഷമായ സ്ഥലം ഇതാണ്. തിരിഞ്ഞില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായി? പവറും ഉണ്ട്, പവറിന്റെ മൽഹറും ഉണ്ട്. പവർ അവിടെയാണ്. പിന്നെ മൽഹർ ഇതാണ്. മൽഹർ എന്താ? മൽഹർ എന്ന വാക്കിന്റെ അർത്ഥം അത് പ്രകടമായ സ്ഥലം. മനസ്സിലായില്ലേ? അവിടെയാണ് കാര്യം. സ്വിച്ച് അവിടെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. സ്വിച്ച് അവിടെയാണ്. ഇതിന് മൽഹറാണ്. ഓനാളിനെ ഓഫാക്കിയാൽ നമ്മൾ ഇവിടൊക്കെ വെറുതെ നിങ്ങൾ പറയും, ആരും കേൾക്കൂല. അപ്പോൾ 300 ചില്ലാനം ആളുകളുടെ സ്വിച്ച് നബിയുടെ കയ്യിലാണ്. ഏതാ സ്വിച്ച്? യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം.